ഫെഡെക്സ് എന്താണ് എന്ന് അറിയാത്തവർ ഉണ്ടാകില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ഫെഡെക്സ് ഇന്ത്യയിൽ ഈയിടെ ഒരു വലിയ മുന്നറിയിപ്പുമായി തീരുന്നു. ഇന്ത്യയിൽ ഫെഡെക്സിൻ്റെ പേരിൽ അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്ന സ്കാംസിനെ കുറിച്ചായിരുന്നു ആ മുന്നറിയിപ്പ്. സ്കാമേഴ്സ് വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന കൊറിയർ സ്കാംസിനെ കുറിച്ചായിരുന്നു അവരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒട്ടേറെ പേർക്ക് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ഈ ഒരു തട്ടിപ്പിലൂടെ രാജ്യത്താകമാനം നഷ്ടപ്പെട്ടത്. ഫെഡെക്സ് മാത്രമല്ല, DHL, ബ്ലൂ ഡാർട്ട്, DTDC തുടങ്ങിയ കൊറിയർ കമ്പനികളുടെ പേരിലും ഇങ്ങനെ തട്ടിപ്പുകൾ നിരവധി അരങ്ങേറിയിട്ടുണ്ട്. എന്തായിരുന്നു ഈ തട്ടിപ്പുകാർ ചെയ്തിരുന്നത്? സ്കാമേഴ്സ് ഇരകളെ ഫോണിൽ വിളിക്കുന്നു. നിങ്ങളുടെ പേരിലുള്ള ഒരു പാഴ്സൽ മുംബൈ കസ്റ്റംസ് പിടിച്ചിരിക്കുന്നു. പാഴ്സലിൽ മയക്കുമരുന്നുകളാണ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞായിരിക്കും ഇവർ വിളിക്കുക. നമസ്കാരം, അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന മലയാളികൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മലയാളി പ്രബുദ്ധരാണ് എന്ന് നമ്മൾ തന്നെ നമ്മളെ നിരന്തരം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ തലമുറയും ആ ആത്മരതിയിൽ മുങ്ങി ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ ഇത് കേരളമാണ് എന്ന് നമ്മൾ തന്നെ പറയും. ഇങ്ങനെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ വലിയ സംഭവമാണ് എന്ന് നമ്മൾ തന്നെ സ്വയം വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു വലിയ സംഭവമാണ്. നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന ഏറ്റവും വലിയ ജനവിഭാഗം ഈ കൊച്ചു കേരളത്തിൽ ഉള്ളവരാണ്. ആടും തേക്കും മാഞ്ചിയവും തുടങ്ങി എന്തൊക്കെ തട്ടിപ്പുകൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം പെട്ടുപോയിട്ടുള്ളത് നമ്മളാണ്. നിക്ഷേപം ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞ് നടക്കുന്ന തട്ടിപ്പുകൾക്ക് യാതൊരു കണക്കുമില്ല. ഹൈറിച്ച് തട്ടിപ്പുകൾ വേറൊരു വഴിക്ക്, അതിലും നമ്മൾ വീണുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തട്ടിപ്പിന് ഇരയായവർ സാധാരണക്കാരാണ്, തീരെ വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്, ഇങ്ങനെയൊന്നും കരുതണ്ട. സമീപകാലത്ത് ഇങ്ങനെ കേരളത്തിൽ തട്ടിപ്പിന് ഇരയായവരിൽ ഒരു IAS ഓഫീസറുടെ ഭാര്യ, ഒരു സർവകലാശാല വൈസ് ചാൻസലർ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ആഴവും തട്ടിപ്പുകാരുടെ കൗശലവുമെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. ഇനിയും പുതിയ തട്ടിപ്പുകൾ എന്തെങ്കിലും വരാനുണ്ടോ എങ്കിൽ ഈ വഴിക്ക് തന്നെ വരൂ എന്ന മട്ടിൽ ബോർഡും എഴുതി വെച്ച് സ്വാഗതം ചെയ്ത് കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. ഫെഡെക്സ് എന്താണ് എന്ന് അറിയാത്തവർ ഉണ്ടാകില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ഫെഡെക്സ് ഇന്ത്യയിൽ ഈയിടെ ഒരു വലിയ മുന്നറിയിപ്പുമായി തീരുന്നു. ഇന്ത്യയിൽ ഫെഡെക്സിൻ്റെ പേരിൽ അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്ന സ്കാംസിനെ കുറിച്ചായിരുന്നു ആ മുന്നറിയിപ്പ്. സ്കാമേഴ്സ് വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന കൊറിയർ സ്കാംസിനെ കുറിച്ചായിരുന്നു അവരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒട്ടേറെ പേർക്ക് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ഈ ഒരു തട്ടിപ്പിലൂടെ രാജ്യത്താകമാനം നഷ്ടപ്പെട്ടത്. ഫെഡെക്സ് മാത്രമല്ല, DHL, ബ്ലൂ ഡാർട്ട്, DTDC തുടങ്ങിയ കൊറിയർ കമ്പനികളുടെ പേരിലും ഇങ്ങനെ തട്ടിപ്പുകൾ നിരവധി അരങ്ങേറിയിട്ടുണ്ട്. എന്തായിരുന്നു ഈ തട്ടിപ്പുകാർ ചെയ്തിരുന്നത്? സ്കാമേഴ്സ് ഇരകളെ ഫോണിൽ വിളിക്കുന്നു. നിങ്ങളുടെ പേരിലുള്ള ഒരു പാഴ്സൽ മുംബൈ കസ്റ്റംസ് പിടിച്ചിരിക്കുന്നു. പാഴ്സലിൽ മയക്കുമരുന്നുകളാണ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞായിരിക്കും ഇവർ വിളിക്കുക. എന്നിട്ട് ഇവർ കസ്റ്റംസ് ഓഫീസേഴ്സിനെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ വേറെ ആൾക്കാർക്ക് കൈമാറും. അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അറസ്റ്റും മറ്റ് നിയമ നടപടികളും ഒഴിവാക്കുവാൻ അവർ നിങ്ങളോട് വൻ തുകകൾ ആവശ്യപ്പെടും. ഒട്ടേറെ പേർ ഈ കെണിയിൽ വീണു പോയിട്ടുണ്ട്. അവർ ചോദിച്ച പണം കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇവർ ഇരകളെ വലയിൽ വീഴ്ത്താൻ വാട്സാപ്പ് വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടും. ആ വീഡിയോ കോളിൽ ഒരു ഓഫീസിൻ്റെ സെറ്റപ്പും അതുപോലെ യൂണിഫോം ധരിച്ച ഓഫീസർമാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായിരിക്കും അവരോട് പിന്നീട് സംസാരിക്കുക. മാനഹാനി ഭയന്ന് പേടിച്ചും പണം കൊടുത്ത ഒട്ടേറെ ആൾക്കാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുമുണ്ട്. ഈ അടുത്തിടെ ബംഗളൂരുവിൽ ഇവർ ഒരു കൊറിയർ കമ്പനിയുടെ പേരിൽ വിളിച്ച് 15 ലക്ഷം രൂപ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്നതിന് മുൻപ് അവരെ കൊണ്ട് ക്യാമറയുടെ മുൻപിൽ വിവസ്ത്രയാക്കി നിർത്തുകയും ചെയ്യും. എന്നിട്ട് അവർ അത് വീഡിയോ ആക്കുകയും ചെയ്യും. ധനനഷ്ടം മാത്രമല്ല, ആജീവനാന്ത മാനഹാനിയും ഫലം. സാധാരണ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാകുന്നവർ അവർ പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ തട്ടിപ്പ് വീരന്മാർ അപ്രത്യക്ഷരാകും.
ഫോൺ ഓണാക്കി വെച്ചാൽ സ്പാം കോളുകളുടെ ബഹളമാണ്. എന്ത് ചെയ്യും? നിങ്ങൾക്ക് പരിചിതമല്ല എന്ന് തോന്നുന്ന, അനാവശ്യമെന്ന് തോന്നുന്ന കോളുകൾ എടുക്കാതെ ഇരിക്കുക. ആരെങ്കിലും ഓൺലൈനിൽ വന്ന് പണം ആവശ്യപ്പെട്ടാൽ കൊടുക്കാതിരിക്കുക. ഫെഡെക്സും മാത്രമല്ല, ഒരു കമ്പനിയും സ്ഥാപനവും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആവശ്യപ്പെടുകയില്ല. അത് ഓർമ്മിക്കുക. അങ്ങനെ ആവശ്യപ്പെടുന്നവർ ആരായാലും അവരെ കരുതിയിരിക്കുക. ഓൺലൈൻ തട്ടിപ്പിൻ്റെ രൂപങ്ങൾ പല വിധമാണ്, അല്ലെങ്കിൽ അവർ തട്ടിപ്പുകാർ വേഷം മാറി വരുന്നത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ്. നമ്മുടെ ഇടപാടുകളും ദൈനംദിന ജീവിതവും ഇങ്ങനെ ഓൺലൈൻ അതല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തട്ടിപ്പ് വീരന്മാർക്ക് തുറന്നു കിട്ടിയത് തട്ടിപ്പിൻ്റെ അതിവിശാലമായ ഒരു വാതായനമാണ്. പ്രബുദ്ധ മലയാളിയെ ഞാൻ ആദ്യം കുറ്റം പറഞ്ഞുവെങ്കിലും ഇജാതി തട്ടിപ്പിൽ വീഴാത്ത ഒരു ജനസമൂഹവുമില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് കുറവാണ് എന്നാരും കരുതണ്ട. അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിനെ കുറിച്ച് പറയാം. ഒരു സ്ത്രീക്ക് ഒരു ദിവസം രാവിലെ ഒരു ഫോൺ കോൾ കിട്ടുന്നു. അവരുടെ നെഫ്യൂവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരൊരു ബെയിൽ ബോൺസ്മാനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാൾ അവരുടെ വീട്ടിലെത്തുമ്പോൾ അയാളുടെ പക്കൽ $29,000 കൊടുത്തുവിടുക. ബെയിൽ ബോൺസ്മാനെ നമുക്ക് വേണമെങ്കിൽ ഒരു ജാമ്യക്കാരൻ എന്നൊക്കെ പറയാം. അടുത്ത ദിവസം വീണ്ടും ഒരു കോൾ കൂടി കിട്ടുന്നു. ബെയിൽ കിട്ടാൻ ഒരു $10,000 കൂടി കൊടുക്കണം എന്ന്. പക്ഷേ പിറ്റേന്ന് വന്ന ബെയിൽ ബോൺസ്മാൻ വീട്ടിലെത്തിയപ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. 2020 മേരിലാൻഡിലാണ് ഈ സംഭവം നടന്നത്. മൈക്കിൾ ഒഡേൽ ആൻഡേഴ്സൺ എന്നു പേരുള്ള ഇയാൾ ഇതുപോലെ ഒട്ടേറെ തട്ടിപ്പുകൾ പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാരുടെ ഇടയിൽ നടത്തിയത് പുറത്തു വരുന്നത് അപ്പോഴാണ്. പലപ്പോഴായി ഇയാൾ $8,42,000 ഇങ്ങനെ തട്ടിച്ചെടുത്തത്. 60 വയസ്സുള്ള ലിൻഡി വൈസ് എന്നു പേരുള്ള ഒരു വെബ് ഡിസൈനർക്ക് ഒരു ദിവസം ഒരു മെസ്സേജ് ലഭിക്കുന്നു. അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെൻറ്റ്സ് മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് എന്നറിയുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു മെസ്സേജ്. ലിൻഡി വൈസ് ക്ലിക്ക് ചെയ്യുവാൻ തുടങ്ങിയിട്ട് അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറി. അവർ അവിടെ ക്ലിക്ക് ചെയ്തിരുന്നു എങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടും പാസ്വേഡുകളും ഉൾപ്പെടെയുള്ള എല്ലാ പേഴ്സണൽ ഇൻഫർമേഷനും സ്കാമേഴ്സ് അടിച്ചു മാറ്റിയേനെ. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഈ തട്ടിപ്പുകാരൊക്കെ കൂടുതലും ലക്ഷ്യമിടുന്നത് പ്രായമായവരെയാണ്. കാരണം അവർ കൂടുതൽ വൾണറബിൾ ആണ്. മാത്രമല്ല ടെക്നോളജിയുമായി അവർക്ക് വേണ്ടത്ര പരിചയവുമില്ല. മറ്റൊരു സ്കാം ഇങ്ങനെ വരുന്ന മെസ്സേജുകളാണ്. യുവർ പാക്കേജ് വിത്ത് ട്രാക്കിംഗ് കോഡ് സോ ആൻഡ് സോ ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ചെക്ക് ദ ഷിപ്പിംഗ് അഡ്രസ് എന്നിട്ട് കൂടെ ഒരു ലിങ്കും ഉണ്ടാകും. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ജാതകം അടക്കം ബാങ്ക് ലോഗിൻ ക്രെഡൻഷ്യൽസ് അടക്കം സർവത്രയും അവന്മാർ അടിച്ചു മാറ്റും. ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകളിൽ കൂടി നടത്തുന്ന തട്ടിപ്പിനെ പറയുന്ന പുതിയ പേരാണ് സ്മിഷിംഗ് എന്ന്, SMSHING. ഇങ്ങനെയുള്ള ഫ്രോഡുകളുടെയും തട്ടിപ്പിൻ്റെയും കഥകൾ പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നപ്പോൾ ഡീപ് ഫേക്ക് വീഡിയോകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും വ്യാപകമാകാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ ഒരാളുടെ മുഖം വരെ മാറ്റി ആൾമാറാട്ടം നടത്തി പണം തട്ടിയ വാർത്തകൾ നമ്മളുടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ട് അധികം കാലമായില്ല. എന്നാൽ ഹോങ്കോങ്ങിൽ നടന്ന ഒരു തട്ടിപ്പ് കുറച്ചുകൂടി കൗതുകകരമാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ജോലിക്കാരനാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ടത്. അയാളുടെ കമ്പനിയുടെ UK ബേസ്ഡ് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറുടെ ഒരു ഇമെയിൽ അയാൾക്ക് ലഭിക്കുന്നു. ആ ഇമെയിലിൽ അത്യാവശ്യമായി വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ ഇമെയിൽ കണ്ട നമ്മുടെ ഉദ്യോഗസ്ഥന് അതൊരു ഫിഷിംഗ് മെയിൽ ആണെന്നാണ് ആദ്യം തോന്നിയത്. അങ്ങനെ തോന്നിയത് കൊണ്ട് പുള്ളിക്കാരൻ അതിന്മേൽ പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുത്തില്ല. എന്നാൽ അടുത്ത ദിവസം ഈ ജോലിക്കാരനോട് ഒരു വീഡിയോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുവാൻ പറയുകയും അതിൻ പ്രകാരം അയാൾ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൽ ആ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്ത മറ്റ് ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു. കോൺഫറൻസ് കഴിഞ്ഞു. നമ്മുടെ വിദ്വാൻ CFO പറഞ്ഞ അക്കൗണ്ടിലേക്ക് 200 മില്യൺ ഹോങ്കോങ് ഡോളേഴ്സാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഏകദേശം $2,56,00,000. ഇവിടെ വില്ലനായത് ഡീപ് ഫേക്ക് ടെക്നോളജിയാണ്. ഇവിടെ CFOയുടെ മുഖം മാത്രമല്ല, നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ സഹപ്രവർത്തകരുടെ എല്ലാം മുഖം ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് മാറ്റിയിരുന്നു. ഇങ്ങനെ നടത്തിയ മൾട്ടി പേഴ്സൺ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്ത എല്ലാവരും ഫേക്കായിരുന്നു. അപ്പോൾ ഇവിടെ തട്ടിപ്പുകാർ ഡീപ് ഫേക്ക് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് കമ്പനിയുടെ തന്നെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള വീഡിയോയും ഫോട്ടേജുകളുമായിരുന്നു. ഇത് മാത്രമല്ല, ഡീപ് ഫേക്ക് ടെക്നോളജി ഉയർത്തുന്ന വ്യക്തികളുടെ സ്വകാര്യതാ സുരക്ഷാ വിഷയങ്ങൾ ആരും അത്ര ഗൗരവതരമായി കണ്ടിട്ടില്ല എന്നതും വലിയ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. കഴിഞ്ഞ ജനുവരിയിൽ പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റിൻ്റെ AI ജനറേറ്റഡ് ഇമേജസ് ഉപയോഗിച്ചുള്ള പോർണോഗ്രാഫിക് കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. ഇതുപോലെയുള്ള സെലിബ്രിറ്റികളുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായി
അത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ലക്ഷ്യമിടുമ്പോൾ അത് ബ്ലാക്ക് മെയിലിംഗ്, അതേപോലെ തന്നെ അത് താങ്ങാനാകാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയേക്കാവുന്ന സാധാരണക്കാരുടെ കാര്യം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. ഇന്ത്യയിൽ തന്നെ ഡീപ് ഫേക്ക് വീഡിയോകൾ കഴിഞ്ഞ ഇലക്ഷനിൽ വ്യാപകമായ തോതിൽ പ്രചരിച്ചിരുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. ഇനിയും പല രീതിയിൽ പല തരത്തിലാണ് ഈ തട്ടിപ്പുകാർ വേഷമിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ നിങ്ങളെ സമീപിക്കുന്നത്? നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നു, നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ഒരു ലോൺ പാസ്സായിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ പറയണ്ടല്ലോ എന്ത് സംഭവിക്കും എന്ന്. ഇനി മറ്റൊരു രീതിയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആരോ ഒരാൾ UPI മുഖേന പണം അയക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു പിശക് പറ്റി കുറച്ച് പണം അയച്ചിട്ടുണ്ട്, അതൊന്ന് തിരിച്ചയക്കാമോ എന്ന് ചോദിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കോൾ. നമുക്കെന്തിനെ വല്ലവരുടെയും പണം എന്ന് ചിന്തിച്ച് നിങ്ങൾ അതേ അക്കൗണ്ടിലേക്ക് പണം UPIയിലൂടെ തന്നെ അയക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ മാൽവെയർ ഇൻഫെക്റ്റഡ് ആകും. ആ മാൽവെയർ നിങ്ങളുടെ ഫോണിലുള്ള ബാങ്ക് അക്കൗണ്ടും KYCയും അടക്കമുള്ള മുഴുവൻ ഡേറ്റയും ചോർത്തും. ചുരുക്കത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ കാലിയാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതാണ് പൊതുവെ വിവക്ഷിക്കുന്ന UPI ഫ്രോഡ്. ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഫ്രോഡ് വളരെ കൂടുതലാണ് ഇക്കാലത്ത്. ജോലിക്ക് നിങ്ങൾ അപേക്ഷിച്ചാൽ ചെലവിനും മറ്റുമായി ഒരു ചെറിയ തുക നിങ്ങളോട് അടയ്ക്കാൻ അവർ ആവശ്യപ്പെടുന്നു. തുക അടച്ചു കഴിഞ്ഞാൽ അവരുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. UAE പോലെയുള്ള ഇടങ്ങളിൽ തൊഴിൽ തട്ടിപ്പുകൾ വ്യാപകമാണ്. ഇമെയിലിലൂടെ അവർ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുവാൻ ആവശ്യപ്പെടും. ചെല്ലുമ്പോഴോ അവർ നിങ്ങളുടെ പാസ്പോർട്ട് സഹിതം കൈക്കലാക്കി പണം തന്നിട്ടേ തിരിച്ചു തരൂ എന്ന് പറയുമ്പോൾ പലരും പെട്ടുപോകും. ലോട്ടറി സ്കാം വലിയ തോതിൽ വ്യാപരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു വലിയ ലോട്ടറി അടിച്ചിരിക്കുന്നു, അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുവാൻ പ്രോസസ്സിംഗ് ഫീ ആയി ഒരു തുക അടയ്ക്കുക എന്ന മട്ടിലാകും ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുക. ഈ തട്ടിപ്പിലും വീണുപോയ ഒട്ടേറെ മലയാളികളുണ്ട്. ഇപ്പോഴും അവർ ചില പ്രത്യേക ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട്. ഇമെയിലിലൂടെ, SMS അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെ തട്ടിപ്പ് നടത്തുന്നതിനാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. SMS തട്ടിപ്പുകളെ നമ്മൾ ഇപ്പോൾ സ്മിഷിംഗ്, SMSHING എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഫ്രീ വെക്കേഷൻ, ഒരു എളുപ്പത്തിലുള്ള ലോൺ, ഇങ്ങനെയൊക്കെ ആകും ഇമെയിൽ സന്ദേശം കിട്ടുക. കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം തട്ടിപ്പുകാരുടെ പക്കൽ ഇരിക്കും. ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റി തെഫ്റ്റ് ഇപ്പോൾ സർവ്വസാധാരണമാണ്. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഐഡന്റിറ്റി കാർഡുകളാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുക. പാൻ കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. മലയാളി വീണു പോകുന്നത് പലപ്പോഴും വളരെ ജെനുവിൻ എന്ന് തോന്നിക്കുന്ന പരസ്യങ്ങളിൽ ആകൃഷ്ടരായി ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ലോൺ ആപ്പുകൾ തുറന്നാൽ പോലും അവർ നിങ്ങളെ പറ്റിച്ചേക്കാം. അങ്ങനെ തുറന്ന് നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻ അവർക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ അവർ ഒരു ചെറിയ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അത് തിരിച്ചു മേടിക്കുവാൻ അവർ പലിശയുടെ പലിശയും അടക്കം വലിയൊരു തുക നിങ്ങളിൽ നിന്നും മേടിച്ച് എടുക്കുകയും ചെയ്യും. ഈ രീതിയിലുള്ള എക്സ്റ്റോർഷൻ ഇപ്പോൾ കുറവാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന ഒട്ടേറെ കേസുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ മോഷ്ടിച്ചുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ, അതുപോലെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞ് ജെനുവിൻ കമ്പനികൾ എന്ന വ്യാജേന നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ, ഇങ്ങനെ നിറവും രൂപവും മാറിയുള്ള തട്ടിപ്പുകൾ എല്ലാ ദിവസവും അരങ്ങേറുന്നുണ്ട്. ബാങ്കിങ് ഫ്രോഡുകളാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഉടനെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകും. KYC അപ്ഡേറ്റ് ചെയ്യുവാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു കൂട്ടർ മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP ആയിരിക്കും ആവശ്യപ്പെടുക. അങ്ങനെ OTP ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാകും. നമ്മൾ ജാഗരൂകരായിരിക്കുക, അതുമാത്രമാണ് ഏക പോംവഴി. ഇനി മറ്റൊരു തട്ടിപ്പ് പറയാം. നിങ്ങൾ സെൽഫി പ്രേമം ഉള്ളവരാണ്. അങ്ങനെ സെൽഫി എടുക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾ ഉയർത്തി കാണിക്കാറുണ്ടോ? നിങ്ങളുടെ വിരൽത്തുമ്പുകൾ ആ ഫ്രെയിമിൽ വരാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഒറ്റ ഫോട്ടോ മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. അഡ്വാൻസ്ഡ് അൽഗോരിതംസിൻ്റെ പവർ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വിരൽത്തുമ്പുകളുടെ ഹൈ ക്വാളിറ്റി ഇമേജുകൾ എക്സ്ട്രാക്ട് ചെയ്യുവാൻ ആ അൽഗോരിതത്തിന് കഴിയും. നിങ്ങളുടെ ചിത്രങ്ങളുടെ ഏത് ഭാഗമായാലും, വിരലുകളായാലും വിരൽത്തുമ്പുകളായാലും പ്രിസിഷനോടും വ്യക്തതയോടും കൃത്യതയോടും കൂടിയ ഇമേജുകൾ സൃഷ്ടിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള പുതിയൊരു ടെക്നോളജി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ വിരലടയാളങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യുവാനും അതുപയോഗിച്ച് ഏതു തരത്തിലുള്ള ഫ്രോഡുലന്റ് പ്രവർത്തികൾ ചെയ്യുവാനും ഹാക്കേഴ്സിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ ഒരു സംഭവം
ഓൺലൈൻ സ്വകാര്യത എന്നതിൻ്റെ നേർക്ക് ഉയർത്തുന്ന വലിയ ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് അത് കിട്ടിയാൽ നിങ്ങളുടെ ഫോൺ തുറക്കാം, അതോടുകൂടി നിങ്ങളുടെ സർവ്വ ഡേറ്റയും അവർക്ക് ആക്സസ് ചെയ്യുവാനും കഴിയും. അതുപോലെ അത് സെക്യൂർ ലൊക്കേഷനിലേക്ക് പ്രവേശിക്കുവാൻ ഹാക്കേഴ്സിനെ സഹായിക്കും. ബയോമെട്രിക് സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള ഇടങ്ങളിലെല്ലാം അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ബാങ്ക് അക്കൗണ്ടുകളിൽ നടത്തുന്ന കൃത്രിമങ്ങൾ, സിം കാർഡ് ഉപയോഗിച്ചുള്ള ഫ്രോഡ്, ബയോമെട്രിക് സിസ്റ്റം ഉപയോഗിച്ചുള്ള പാസ്പോർട്ട്, ആക്സസ് കൺട്രോൾ സിസ്റ്റം ഉള്ള ഇടങ്ങളിൽ നടത്തുന്ന ഫ്രോഡ്, ഇങ്ങനെ ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിവെച്ചേക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതേ വിരലടയാളങ്ങൾ ഒരു ക്രിമിനലിൻ്റെ പക്കലാണ് എത്തുന്നത് എങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ പ്രവചിക്കുക അസാധ്യമാണ്. ഒരു കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വിരലടയാളങ്ങൾ തന്ത്രപരമായി ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ പ്രതിയാക്കുവാൻ വരെ ഒരു ക്രിമിനൽ ബുദ്ധിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ സെൽഫി എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഏതൊരു ഫൈനാൻഷ്യൽ ക്രൈമിലും, പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ഫ്രോഡുകളിൽ, ഒരു ക്രൈം നടന്ന ആദ്യ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പരാതികൾ ഉടനെ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നാഷണൽ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112 വിളിച്ച് പരാതി കൊടുക്കുക. അങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ പണം തിരിച്ചു പിടിക്കുവാനായിട്ടുണ്ട് എന്നതുകൊണ്ട് തട്ടിപ്പ് നടന്ന ആദ്യ 1 മണിക്കൂർ ഗോൾഡൻ അവർ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അറിയേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻ്റർനെറ്റിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഏതൊരു വിവരവും, ഇൻഫർമേഷനും, ഏതൊരു പേഴ്സണൽ വിവരങ്ങളും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാകും. എന്നേക്കുമായി അതിനെ പൂർണ്ണമായും മായ്ച്ചു കളയുക എന്നത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ്. സൈബർ ക്രൈമുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, എങ്ങനെ തടയാം, കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്ന സൈബർ തട്ടിപ്പ് വീരന്മാർക്ക് എങ്ങനെ തടയിടാം, ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.